ചങ്ചിൻവേൻ പോരാട്ടം. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം നിലമേലിൽ ഗവർണർക്കെതിരെ SFIയുടെ കരിങ്കൊടി പ്രതിഷേധം. കാറിൽ നിന്ന് പുറത്തിറങ്ങി റോഡിലിരുന്ന ഗവർണറുടെ അസാധാരണ നീക്കം. പ്രതിഷേധക്കാർ കാറിൽ അടിച്ചെന്നും മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നത് ഇങ്ങനെയാണോ എന്നും ഗവർണർ ചോദിച്ചു. 17 പേരെ അറസ്റ്റ് ചെയ്തെന്ന് പോലീസ് അറിയിച്ചു. FIR പകർപ്പ് ലഭിച്ചതിനു ശേഷമാണ് ഗവർണർ തിരിച്ചുപോയത്. I was supposed to attend a meeting at Swami Sadananda Ashram at 11. When I reached here, some people tried to hit my car. And I have already said, I have no problem if from distance somebody shows black flag. But if somebody comes near my car, then I will get down. I get down from the car. And what I saw, in fact, what I saw, that is not important. Important is, according to police, there were 17 people. And you can count the number of policemen who are present here at the moment. How many policemen were there? And my only question is, if Chief Minister was passing by this road, will police stand with persons holding black flags and allow them to hit the car? This is, I'm not blaming the police. Be clear in your mind. Why I'm not blaming the police? Because police, they also have to take their orders from the superior authority. And it is the Chief Minister of the state who is promoting lawlessness in the state. It is he who is giving direction to the police to give protection to these lawbreakers, who are, many of them are those against whom number of criminal cases are pending in the courts, including the president of the organization. I believe more than 40 cases are pending. So policemen are not to be blamed. It is Chief Minister who is promoting lawlessness in the state. It is he who is giving protection to these people, and they are only daily wagers of the party. ബിനോയുടെ വിശദാംശങ്ങളുമായി. ബിനോയ്, 1.5 മണിക്കൂറിലധികം നേരം പ്രതിഷേധമാണ് ഗവർണർ നടത്തിയത്. അവസാനം SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു, അതായത് FIR അടക്കം ലഭിച്ചതിന് ശേഷമാണ് അദ്ദേഹം തിരിച്ചു പോകാൻ തയ്യാറെടുക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ബിനോയ്? ഗവർണർ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അറസ്റ്റ് ചെയ്ത FIR ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി അതിന്റെ കോപ്പി വേണം എന്നായിരുന്നു ഗവർണർ ആവശ്യപ്പെട്ടത്. ഇതേ തുടർന്ന് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി FIRന്റെ കോപ്പി നൽകുകയും ചെയ്തു. ഇനി സംഭവങ്ങളിലേക്ക് വരുമ്പോൾ ഇന്ന് രാവിലെ 10:30 മണിയോടുകൂടിയാണ് കൊട്ടാരക്കരയിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഗവർണർ തിരുവനന്തപുരം രാജ്ഭവനിൽ നിന്ന് പുറപ്പെട്ടത്. നിലമേൽ NSS കോളേജിലെ SFI പ്രവർത്തകർ, 50ഓളം വരുന്ന SFI പ്രവർത്തകർ ഗവർണറുടെ വാഹനത്തിന് നേരെ എത്തുകയായിരുന്നു. കരിങ്കൊടി കാണിക്കുകയും ഒപ്പം നിങ്ങൾ പറഞ്ഞ ക്രിമിനലുകളിൽ ഏറ്റവും കൂടുതലുള്ള സ്ഥലം ഇവിടെയാണെന്നുള്ള ബാനർ ഉൾപ്പെടെ ഉയർത്തി കാണിച്ചു. അതിന് തൊട്ടു പിന്നാലെ ഗവർണർ വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടു. തന്റെ വാഹനത്തിലേക്ക് തിരിച്ചെടുത്ത SFI പ്രവർത്തകർ വാഹനത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലേക്ക് പറയുകയും വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഗവർണർ SFI പ്രവർത്തകരുടെ അടുത്തി എന്നപ്പോഴേക്കും ഒപ്പം ഉണ്ടായിരുന്ന സുരക്ഷാ പ്രവർത്തകർ വലയം തീർത്ത് ഗവർണറെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. തൊട്ടു പിന്നാലെ ഗവർണർ സമീപത്തുള്ള ഒരു ചായപീടികയിലെ ഒരു പാറക്കടയ്ക്ക് ഉള്ള കസേര വാങ്ങിച്ചിട്ട് അവിടെ ഇരുന്ന് പ്രതിഷേധിച്ചു. പ്രധാനമായും ഗവർണർ ഉന്നയിച്ച ആവശ്യം തനിക്കെതിരെ പ്രതിഷേധവുമായി വന്നവരെ അറസ്റ്റ് ചെയ്ത് അവരുടെ FIRന്റെ കോപ്പി കിട്ടണം. മാത്രവുമല്ല, തനിക്കൊരുക്കിയ സുരക്ഷയിൽ വലിയ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കൊരുക്കുന്ന സുരക്ഷയും മുഖ്യമന്ത്രിക്ക് ഒരുക്കുന്ന സുരക്ഷയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. മുഖ്യമന്ത്രിക്ക് നൽകുന്ന സുരക്ഷ ഇത്തരത്തിലാണോ എന്നൊക്കെ അവിടുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചു. DGP നേരിട്ട് ഗവർണറെ വിളിച്ച വിവരങ്ങൾ ആരാഞ്ഞുവെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ അന്വേഷണ ശ്രമങ്ങൾക്കൊന്നും ഗവർണർ തയ്യാറായില്ല. തൊട്ടു പിന്നാലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ വിളിക്കുകയും ആഭ്യന്തര മന്ത്രാലയത്തിൽ വിവരങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിയെ നേരിട്ട് വിളിക്കുവാൻ DGP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതേസമയം BJP പ്രവർത്തകരും നേതാക്കന്മാരും അവിടെ എത്തി. BJP അവരുമായി ചർച്ച നടത്തി. തൊട്ടു പിന്നാലെയാണ് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് പിന്നാലെ FIR
ഗവർണർക്ക് നൽകി. അതിനകത്ത് 12 കുട്ടികൾക്കെതിരെ അല്ലെങ്കിൽ 12 SFI പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇനി എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയിരിക്കണം എന്നുള്ള കാര്യത്തിലും ഗവർണർ ശാഠ്യം പിടിച്ചു. ഏകദേശം ജാമ്യമില്ലാ വകുപ്പുകൾ, അതായത് വാഹനം ആക്രമിക്കുക, തന്നെ ആക്രമിച്ചോളൂ, താൻ സഞ്ചരിക്കുന്ന വാഹനം ആക്രമിക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു നേരത്തെ തന്നെ പറഞ്ഞത്. അത്തരത്തിൽ വാഹനം ആക്രമിക്കാൻ ശ്രമിച്ചവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് എടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1.5 മണിക്കൂർ സമയം തെരുവിൽ പ്രതിഷേധിച്ചതിനു ശേഷമാണ് ഗവർണർ ഇപ്പോൾ കൊട്ടാരക്കരയിലേക്ക് പോയിരിക്കുന്നത്. ഇന്ന് കൊട്ടാരക്കരയിലും ഒപ്പം തന്നെ തിരുവനന്തപുരത്തും ഗവർണർക്ക് ചടങ്ങുകളുണ്ട്. ഗവർണർക്ക് സുരക്ഷ ഒഴുക്കുന്ന കാര്യത്തിൽ വലിയ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് ഗവർണർ പറഞ്ഞു വെക്കുന്നത്. കാരണം മുഖ്യമന്ത്രി സഞ്ചരിച്ചിരുന്ന കേരള യാത്ര ഉൾപ്പെടെയുള്ളവയ്ക്ക് ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും അവഗണിച്ചുകൊണ്ട് അവർ സുരക്ഷ ഒരുക്കി. തനിക്ക് അത്തരത്തിൽ സുരക്ഷയില്ലായിരുന്നു. ഇസഡ് കാറ്റഗറികളിലുള്ള തനിക്ക് എപ്പോഴും തനിക്കെതിരെ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞ വാക്കുകളെല്ലാം ലംഘിച്ചിരിക്കുന്ന തരത്തിലേക്കാണ് ഗവർണർ പറഞ്ഞു വെച്ചതും. നിലവിൽ ഗവർണർ ഇപ്പോൾ കൊട്ടാരക്കരയിലേക്ക് പോയിരിക്കുകയാണ്. ഭദ്ര. ശരി ബിനോയ്, വ്യക്തമാണ്. ഏകദേശം 1.5 മണിക്കൂർ നീണ്ട പ്രതിഷേധം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ഗവർണറുടെ ആവശ്യങ്ങൾ പോലീസ് അംഗീകരിച്ചിരിക്കുന്നു. അത്തരം കാര്യങ്ങൾ FIR-ൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഗവർണറുടെ നിലപാടിനുമായി ബന്ധപ്പെട്ട നിരവധി പ്രതികരണങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ മന്ത്രി KN ബാലഗോപാലിന്റെ ഒരു പ്രതികരണമാണ്. അതായത് ഗവർണറുടെ നടപടി അത്ഭുതകരമെന്ന ധനമന്ത്രി KN ബാലഗോപാൽ പ്രതികരിച്ചിരിക്കുന്നു. കേരളത്തിന് പുറത്തുള്ളവർ തന്നെ ഇതെല്ലാം കണ്ട് എന്ത് ചിന്തിക്കും? ഭരണഘടനാ പദവികൾ വഹിക്കുന്നവർ ഇതെല്ലാം സ്വയം ചിന്തിക്കണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. ഇതെല്ലാം വളരെ അസാധാരണമായ സംഭവങ്ങളാണ്. ഇതെല്ലാം ഇത്തരം ആളുകൾ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്നുള്ള അവരാലോചിക്കേണ്ടതാണ്. പ്രതിഷേധം വരുന്നു, അതിനകത്ത് ഇങ്ങനെ ഗവർണർ ഇരിക്കുന്നുള്ള വാർത്ത തന്നെ എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് പറയാൻ പറ്റൂ. ഇതൊക്കെ ഇതേപോലുള്ള